മറാത്ത രാഷ്ട്രീയം കലങ്ങിമറിയുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് മുംബൈക്ക് അയക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും മിലിന്ദ് ദേവറയെ പോലുള്ള കരുത്തരും പാർട്ടി വിട്ടുപോയ സമയം. NCPയെയും ശിവസേനയെയും BJP പിളർത്തിയ കാലം. നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും സ്ഥാനാർത്ഥി നിർണയം അടക്കം സുഗമമാക്കാനും ചെന്നിത്തലയുടെ ഇടപെടലുകൾക്കായി കോൺഗ്രസ് പാർട്ടി അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ നേതാക്കളെയും കോർത്തിണക്കി അതോടെ മുന്നണിക്കകത്ത് പ്രശ്നം ഉണ്ടാകാതെ ചില സീറ്റിലുള്ള ചർച്ചകളിൽ കോൺഗ്രസ് കുറെ വിട്ടുവീഴ്ച ചെയ്തു. ചില സീറ്റുകളിൽ വിട്ടുവീഴ്ച വരെ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു. ഇപ്പോൾ വലിയ വിജയം നേടി. ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ മഹാവികാസ് അഘാടി നേതാക്കളുമായി നടത്തിയ കൃത്യമായ ചർച്ചകളും മുന്നണിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതിന് കാരണമായി. വിദർഭ, മറാത്ത്വാഡ, പശ്ചിമ മഹാരാഷ്ട്ര, വടക്കൻ മഹാരാഷ്ട്ര, മുംബൈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചെന്നിത്തലയുടെ പ്രവർത്തനം. ആയിരക്കണക്കിന് പ്രവർത്തകരെ കണ്ടു. മൊത്തം ഞാൻ ഏതാണ്ട് 10,000-ഓളം പ്രവർത്തകരുമായിട്ട് സംവദിക്കുകയുണ്ടായി. 30 സീറ്റിലെ ഞങ്ങൾ ജയിച്ചു. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത 3 മാസത്തിനകം വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും. വലിയ മുന്നേറ്റം മഹാവികാസ് അഘാടി ഉണ്ടാക്കും. ഒരു സീറ്റിൽ മാത്രമാണ് 2019 കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ നിന്നും വിജയിക്കാനായത്. മറാത്ത രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ച 12 സീറ്റുകൾ. അതിന് ചുക്കാൻ പിടിച്ച നേതാവെന്ന നിലയിൽ ദേശീയ തലത്തിലും ചെന്നിത്തല ശ്രദ്ധേയനായി. KC വേണുഗോപാലായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയതന്ത്രങ്ങൾ ഒരുക്കിയ മറ്റൊരു മലയാളി. AK ആന്റണിയും വയലാർ രവിയുമൊക്കെ ഡൽഹി വിട്ട് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് പകരക്കാരായി AICCയിൽ നിരവധി മലയാളികൾ താരങ്ങളായി എത്തിയിട്ടുണ്ട്. അമൽ തേൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.